കനത്ത മഴയിൽ ഒലിച്ചെത്തിയ ഉരുളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഏലപ്പാറ ചെമ്മണ്ണ് സ്വദേശി തങ്കരാജും കുടുംബവും ജീവൻ തിരികെ പിടിച്ചത്. എന്നാൽ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടും സമ്പാദ്യങ്ങളുമെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ഉരുളെടുത്തു. ചെമ്മണ്ണ് സ്വദേശിയായ തങ്കരാജ്, ഭാര്യ, മകൻ, കുടുംബാംഗങ്ങൾ എന്നിവരുൾപ്പെടെ 5 പേരാണ് ദുരന്ത സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ ശുചിമുറിയിൽ പോകാനായി തങ്കരാജ് പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന് പിന്നിലൂടെ കനത്ത മലവെള്ളപ്പാച്ചിൽ വരുന്നത് കണ്ടത്. അപകടം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹം കുടുംബാംഗങ്ങളെ വേഗത്തിൽ പുറത്തെത്തിച്ചു. എന്നാൽ നിമിഷങ്ങൾക്കകം ഇരച്ചെത്തിയ മലവെള്ളവും ചെളിയും തങ്കരാജിനെ കട്ടിലിനടിയിലേക്ക് തള്ളി മാറ്റുകയായിരുന്നു. കടുത്ത ഭീതിയിലും മനോധൈര്യം വീണ്ടെടുത്ത ഇദ്ദേഹം കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അയൽവാസികളെ വിവരമറിയിച്ചു. തുടർന്ന് അയൽവാസികൾ നടത്തിയ അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തങ്കരാജിനെ പുറത്തെത്തിച്ച് രക്ഷപ്പെടുത്തിയത്. ഒന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴിട്ടിരിക്കുന്നതൊക്കെ ഇന്നലെ വൈകിട്ട് ഓരോരുത്തരും വായിച്ചോണ്ട് തന്ന ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞാനും എന്റെ മോഹനം ഉണ്ടാക്കിയത് കംപ്ലീറ്റ് മണ്ണിന്റെ അടി കിടക്കും. ഒരു മൊബൈൽ ഫോണും ഞങ്ങളുടെ 6 പേരുടെ ജീവന് മാത്രം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് ഞങ്ങളവസ്ഥ. തങ്ങളുടെ ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ കുടുംബം. കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണും ഉടുത്ത വസ്ത്രവും മാത്രമാണ് ഇവർക്കിപ്പോൾ ബാക്കിയുള്ളത്. അടച്ചുറപ്പുള്ള വീടും സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ കണ്ണീരിലായിരിക്കുകയാണ്. ഇതുപോലൊരു പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ഞങ്ങളുടെ എല്ലാം പോയി. ഞങ്ങളുടെ പപ്പ ഇതുവരെ സമ്പാദിച്ചതും ഞാൻ സമ്പാദിച്ചതും എല്ലാം പോയി. 3 വണ്ടികളുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ഒന്നുമില്ല. കുട്ടികൾ ഞങ്ങൾക്ക് ജീവന് മാത്രം ഒരു കുഴപ്പം ഉണ്ടായില്ല. ദൈവം സഹായിച്ചു. ഈ കുടുംബം ഇടവിടാതെ പെയ്യുന്ന പെരുമഴയിൽ ജീവിതം പൂർണ്ണമായും വഴിമുട്ടിയ ഒട്ടേറെ കുടുംബങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉറ്റവരെയും ഉടമസ്ഥതയിലുള്ള സർവ്വതിനെയും നഷ്ടപ്പെട്ട ഇവർക്ക് ഇനി സർക്കാരിന്റെ അടിയന്തര സഹായവും പുനരധിവാസ പദ്ധതികളും മാത്രമാണ് ഏക പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.